നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനുമായുള്ള യുദ്ധം മുറുകുന്നതിനിടെ ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തെ മുൾമുനയിലാക്കി സൈനിക താവളത്തിന് മുകളിൽ ഡ്രോണുകളുടെ സാന്നിധ്യം. ഇത് ഇറാന്റെ ഡ്രോണുകളാണോ എന്നുള്ളതിന് സ്ഥിരീകരണമില്ല. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ ഡ്രോണുകൾ അമേരിക്കയുടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയാണ്. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് എന്നിവർ താമസിക്കുന്ന വാഷിംഗ്ടണിലെ ഫോർട്ട് മക്നെയർ സൈനിക താവളത്തിന് മുകളിലാണ് ഇപ്പോൾ ഈ അജ്ഞാത ഡ്രോണുകൾ വട്ടമിട്ട് പറന്നത്. അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ ഈ ലംഘനം വൈറ്റ് ഹൗസിനെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. എവിടെ നിന്നും ഏത് വഴി വന്ന ഡ്രോണുകളാണെന്ന് US ഇന്റലിജൻസിനെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത് ഇറാന്റെ പണിയാണോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റിയും പെന്റഗണിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ താമസ സ്ഥലവും സ്ഥിതി ചെയ്യുന്ന ഇവിടെ നിന്നും വെറും 3.5 കിലോമീറ്റർ ദൂരത്തിലാണ് വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നിലധികം ഡ്രോണുകളാണ് ഈ മേഖലയിൽ കണ്ടെത്തിയത്. ഇതോടെ മാർക്ക് റൂബിയോയെയും ഹെക്സത്തിനെയും ഉൾപ്പെടെ താമസം മാറ്റാനുള്ള ശ്രമവും നടന്നിരുന്നു. എന്നാൽ ഇതുവരെ ഉദ്യോഗസ്ഥർ താമസം മാറിയിട്ടില്ലെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സ്ഥാനമൊഴിയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം ഉൾപ്പെടെയുള്ള നിരവധി ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ ഈ മേഖലയിലെ സൈനിക താവളത്തിലേക്ക് നേരത്തെ താമസം മാറിയിരുന്നു. സുരക്ഷാ വീഴ്ചയിൽ ഇതുവരെ പ്രതികരിക്കാൻ പ്രസിഡന്റ് ട്രംപോ ഭരണകൂടമോ തയ്യാറായിട്ടില്ല. ഒറ്റ രാത്രിയിൽ തന്നെ നിരവധി ഡ്രോണുകൾ കണ്ടെത്തിയതോടെ മേഖലയിലെ സുരക്ഷ ശക്തമാക്കിയതിനൊപ്പം തിരിച്ചടികൾ ചർച്ച ചെയ്യുന്നതിനായി വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേർന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മാർക്ക് റൂബിയോയും പീറ്റ് ഹെക്സത്തിനെയും ഇവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ചും ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഇവരുടെ താമസം സംബന്ധിച്ച് വിവരങ്ങൾ നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഇനി ഡ്രോണുകളുടെ ഉറവിടം കണ്ടെത്താൻ FBI-യും മിലിറ്ററി ഇന്റലിജൻസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ഇറാന് നേരെ 3 ആഴ്ച കൊണ്ട് നടപ്പിലാക്കി വരുന്നത്. ഇതുവരെയായിട്ടും ആയുധം കീഴവെക്കാതെ തന്നെയാണ് ഇറാനും തിരിച്ചടികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമേനി, സുരക്ഷാ മേധാവി അലി ലാരിജാനി, ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിന്റെയൊക്കെ തന്നെ കൊലപാതകങ്ങൾക്ക് ശേഷം ഇറാനിയൻ പ്രതികാര നടപടികൾക്ക് സാധ്യതയുള്ളതിനാൽ US സൈന്യത്തിന് ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ സെൻട്രൽ കമാൻഡ് ആസ്ഥാനമായ മക്ഡിൽ എയർഫോഴ്സ് ബേസ് ഉൾപ്പെടെയുള്ള താവളങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. സംഭവത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്താൻ പെന്റഗൺ വക്താവ് വിസമ്മതിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്രയധികം സുരക്ഷാ വലയങ്ങളുള്ള അമേരിക്കയിൽ അതൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് ഈ അജ്ഞാത ഡ്രോണുകൾ, അതും ഏറ്റവും സുരക്ഷാ പ്രാധാന്യം നൽകേണ്ട മേഖലയിൽ തന്നെ വട്ടമിട്ട് പറക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ഇത് ഇറാനിയൻ ഡ്രോണുകളാണോ അതോ മറ്റേതെങ്കിലും ശത്രു രാജ്യങ്ങളുടെ ഡ്രോണുകളാണോ എന്നുള്ളതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. അന്വേഷണം നടത്തുകയാണ്. ഈ സമയത്ത് തന്നെയാണ് ലോകത്തെ പ്രമുഖ ശക്തികളായ റഷ്യയും ചൈനയും ഉൾപ്പെടെ 5 രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് ഗുരുതരമായ ആണവ ഭീഷണി നിലനിൽക്കുന്നതായി US രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 2026 ആനുവൽ ത്രെറ്റ് അസസ്മെന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇന്റലിജൻസ് മേധാവി തുളസി ഗബ്ബാർഡാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 5 രാജ്യങ്ങൾ, അതായത് റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ഭീഷണി ഉയർത്തുന്നത്. അമേരിക്ക ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ എണ്ണം 2025 3000 ആയിരുന്നത് 2035 16,000 ഉയരുമെന്നാണ് ഈ റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ആധുനിക ആണവ പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങൾ ഈ രാജ്യങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകളാണ് റഷ്യയും ചൈനയും പരീക്ഷിക്കുന്നത്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ
ആണവ വസ്തുക്കൾ കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തിക്കാൻ ശേഷിയുള്ള നൂതന മിസൈൽ സംവിധാനങ്ങളാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ നീക്കങ്ങൾ എന്നതും അതീവ ഗൗരവകരമാണ് എന്നാണ് തുൾസി ഗബാർഡ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയും ചൈനയും തങ്ങളുടെ ആയുധ ശേഖരം നവീകരിക്കുന്നതിലൂടെ ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നിരവധി US താവളങ്ങൾക്കുള്ള സംരക്ഷണ നിലവാരം FPCON ചാർലി, അതായത് ഈ ഭീകരാക്രമണങ്ങൾ തടയുന്നതിനായി US ഡിഫൻസ് പുറപ്പെടുവിക്കുന്ന സുരക്ഷാ ക്രമീകരണമായി ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ലോകമെമ്പാടുമുള്ള US നയതന്ത്ര കാര്യാലയങ്ങൾക്കും സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് USഉം വളരെ ജാഗരൂകരാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അമേരിക്കയും ഇസ്രായേലും കരുതിയതുപോലെ തന്നെ അവരുടെ ഏറ്റവും പരമോന്നത നേതാവിനെ വധിച്ചതുകൊണ്ടോ ഏറ്റവും ഉന്നത പദവികൾ വഹിക്കുന്ന മറ്റുള്ള നേതാക്കളെയും അതുപോലെ തന്നെ കമാൻഡർമാരെയും വധിച്ചതുകൊണ്ടോ ഇറാൻ അടങ്ങുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ ഇപ്പോൾ ഇറാൻ ആക്രമണം ഇനി വരും ദിവസങ്ങളിൽ അത് കടുപ്പിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഏറെ ജാഗരൂകരായിരിക്കുന്നത്. പല മേഖലകളിലുള്ള നയതന്ത്രജ്ഞർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധം ശക്തമായ സാഹചര്യത്തിൽ US സൈന്യം ഭീഷണികളെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. യുദ്ധഭൂമിയിൽ മാത്രമല്ല, ആഗോള ഡിജിറ്റൽ സാമ്രാജ്യത്വത്തിനു മേലും ഇറാൻ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചുകൊണ്ട് ലോകത്തിന്റെ ഊർജ്ജ വിതരണം തടസ്സപ്പെടുത്തിയ ഇറാൻ അടുത്തതായി ലക്ഷ്യമിടുന്നത് കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിളുകളെയാണെന്ന വാർത്തകളും അമേരിക്കയെ നടുക്കിയിരിക്കുകയാണ്. തോക്കുകളും മിസൈലുകളും കൊണ്ട് മാത്രമല്ല, ലോകത്തിന്റെ വിവര സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലൊടിച്ചുകൊണ്ടും ശത്രുവിനെ തകർക്കാൻ ഇറാന് കഴിയുമെന്ന് ഈ നീക്കം തെളിയിക്കുന്നു. ഹോർമസ് കടലിടുക്കിന് പുറമെ ഇറാന്റെ വിശ്വസ്ത പ്രോക്സികളായ ഹൂത്തികൾ ചെങ്കടലിലെ ബാബ് എൽ മണ്ടേബിലും പിടിമുറുക്കുന്നതോടെ ലോകം ഒരു ഡിജിറ്റൽ അന്ധകാരത്തിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിലെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ സിംഹഭാഗവും വഹിക്കുന്ന സമുദ്രാനന്തര കേബിളുകൾ ഈ രണ്ട് വഴികളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഈ ഡിജിറ്റൽ ധമനികൾ മുറിച്ചു മാറ്റാൻ ഇറാന് സാധിച്ചാൽ അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സാമ്പത്തിക, സൈനിക, വാർത്താവിനിമയ സംവിധാനങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കും. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിരിക്കുന്ന സമുദ്ര മൈനുകൾ ഷിപ്പിംഗ് ലൈനുകളെ നിശ്ചലമാക്കിയതോടെ ആഗോള ഇൻഷുറൻസ് കമ്പനികൾ പോലും ഭയന്ന് ഓടുകയാണ്. ചെങ്കടലിൽ ഹൂത്തികൾ കൂടി നടത്തുന്ന ആക്രമണങ്ങൾ കൂടി ചേരുമ്പോൾ ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് കേബിളുകളുടെ സുരക്ഷ അവതാളത്തിലായിരിക്കുന്നു. വീഡിയോ കോളുകൾ മുതൽ ആഗോള ബാങ്കിംഗ് ഇടപാടുകൾ വരെ നിയന്ത്രിക്കുന്ന ഈ ഫൈബർ ഒപ്റ്റിക് വലക്കണ്ണികൾ ഇപ്പോൾ ഇറാന്റെ നിരീക്ഷണ പരിധിയിലാണ്. അതായത് കടുത്ത നീക്കങ്ങളിലേക്ക് ഇറാൻ ഇപ്പോൾ ലക്ഷ്യവെക്കുന്നത് അമേരിക്കയോ ഇസ്രായേലിനെയോ മാത്രമല്ല. അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ആക്രമിക്കുമ്പോൾ അതുവഴി മറ്റുള്ള രാജ്യങ്ങളെ കൂടി അത് ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇറാന്റെ ഓരോ തീരുമാനവും കടന്നിരിക്കുന്നത് എന്ന് വേണം പറയാം. അത് നമ്മൾ പാചകവാതക മേഖലകളിൽ സംഭവിച്ചിട്ടുള്ള ഇപ്പോൾ നമ്മുടെ രാജ്യത്തടക്കം നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾ, അതും ഇറാന്റെ ഒരു നീക്കം തന്നെയാണ്. ഇങ്ങനെ ഇന്റർനെറ്റ് കൂടി നിശ്ചലമായി കഴിഞ്ഞാൽ അത് ആഗോള വ്യാപാരത്തെ മാത്രമല്ല, സാങ്കേതിക വിദ്യകളെ അടക്കം പലതരത്തിലും അത് നിശ്ചലമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും.